നമസ്കാരം. കൊടൈക്കനാലിൽ പ്രസിദ്ധിപെറ്റ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കോവിലുകളും ധാരാളമുണ്ടെങ്കിലും പുറം ലോകത്തിന് അത്ര പരിചയമില്ലാത്ത ധാരാളം സ്ഥലങ്ങളും ഉണ്ടവിടെ. അതിലൊന്നായ കദവുമലയെക്കുറിച്ചും അവിടെയുള്ള ശിവലിംഗ രൂപത്തിലല്ലാതെ ശിലാരൂപത്തിലിരിക്കുന്ന ശിവഭഗവാനെ പറ്റിയും അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു കദവുമലനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ദിണ്ടുക്കൽ ജില്ലയിൽ കൊടൈക്കനാലിലെ കദവുമലയിലുള്ള അസൻകൊടെ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ കദവുമലനാഥർ എന്ന നാമത്തിൽ ശിവലിംഗ രൂപത്തിലല്ലാതെ ശിലാരൂപമായി ദർശനം തരുന്നു. കദവുമല എന്നത് പടിഞ്ഞാറ് തുടർച്ചമലയുടെ ഒരു ഭാഗമായ മലയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 അടി ഉയരത്തിലുള്ള ബ്രഹ്മാണ്ഡമായ ഒരു പാറയുടെ ചരിവിലാണ് കദവുമലനാഥർ ഗുഹക്കോവിൽ നിലകൊള്ളുന്നത്. ഈ കോവിലിന് കീഴെ വലതുഭാഗത്തായി ഒഴുകുന്ന ആറ് ആത്തൂർ കാമരാജർ അണക്കെട്ടിലേക്കും ഇടതുഭാഗത്തായി ഒഴുകുന്ന നദി വരദമാ നദി അണക്കെട്ടിലേക്കും വടക്കുഭാഗത്തായി ഒഴുകുന്ന ആറ് പരപ്പലാറ് അണക്കെട്ടിലേക്കും പോകുന്നു. ഈ മലയിൽ ധാരാളം ഗുഹകളും അവയിലെല്ലാം സിദ്ധന്മാരും ഇന്നും വസിച്ചു വരുന്നതായി പറയപ്പെടുന്നു. ധാരാളം വനമൂലികകളും ഈ മലയിലുള്ളതായാണ് വിവരങ്ങൾ. ഈ വലിയ മലയുടെ ഇരുപുറങ്ങളും വലിയ കതക് പോലെ തോന്നിക്കുന്നതിനാൽ ഈ മലയ്ക്ക് കദവുമല എന്ന നാമം വന്നു. കദവുമലയിലെ ഒരു കീഴ്ഗ്രാമമാണ് താണ്ടിക്കുടി. താണ്ട്രി എന്ന ഒരുതരം മരം ധാരാളമായി ഇവിടെ കാണപ്പെടുന്നതിനാൽ താണ്ട്രിക്കുടി എന്നും കാലപ്പോക്കിൽ താണ്ടിക്കുടി എന്നുമായി മാറിയിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഗോരക്കർ സിദ്ധരുടെ മലവാകടം എന്ന പുസ്തകത്തിൽ താണ്ടിക്കുടി മലയെപ്പറ്റി പരാമർശമുള്ളതായി പറയപ്പെടുന്നു. കായകൽപ്പമൂലികകൾ ഇവിടെ ധാരാളമുള്ളതായും ഭരദ്വാജ മഹർഷി, ശിവവാക്യർ സിദ്ധന്മാരടക്കമുള്ള പല സിദ്ധന്മാരും കൊടൈക്കനാൽ മലയിൽ ആശ്രമങ്ങൾ നിർമ്മിച്ച് ജീവിച്ചു വന്നിരുന്നതായും കുറിപ്പുകളുണ്ട്. കദവുമലയുടെ കീഴ്ഗ്രാമമായ താണ്ടിക്കുടി വഴിയാണ് അധികം ഭക്തരും കോവിലിലേക്ക് എത്തുന്നത്. പാച്ചല്ലൂർ, പണ്ണക്കാട് വഴിയെല്ലാം പാതകളുണ്ടെങ്കിലും ദൂരം കൂടുതലും വഴി സ്വല്പം കഠിനവുമാണ്. താണ്ടിക്കുടിയിൽ നിന്ന് കോവിൽ വരേക്കും 6 കിലോമീറ്റർ ദൂരത്തിൽ ഒരേ ഒറ്റയടി പാതയാണ്. കരടുമുരടായ പാതയും യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയുമാണ്. ഏകദേശം 2 മണിക്കൂർ എടുക്കും ക്ഷേത്രത്തിലേക്ക്. മുമ്പുകാലത്ത് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നെന്നും ഇപ്പോൾ എല്ലാവർക്കും പോകാമെന്നുമാണ് പറയുന്നത്. നടക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നവർക്കായി കോവിലിന് കുറച്ചടുത്ത് വരെ ജീപ്പിൽ യാത്ര ചെയ്യാനും സൗകര്യമുണ്ട്. റോഡിന് വളരെ വീതി കുറവായതിനാൽ ഒരേ സമയം എതിരിൽ വാഹനങ്ങൾക്ക് പോകുവാൻ സാധ്യമല്ല. ഭക്തർ ഒറ്റയ്ക്ക് ഈ കാടിനുള്ളിലൂടെ പോകുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. താണ്ടിക്കുടിയിൽ നിന്ന് നടന്നു വരുമ്പോൾ പകുതി ദൂരത്തായി ഒരു ആദിപരാശക്തി ക്ഷേത്രമുണ്ട്. കുറേക്കോട് ദൂരം മേലോട്ട് പോയാൽ ഒരു കാവൽ ദൈവം പോലെയുള്ള പ്രതിഷ്ഠയുണ്ട്. ഭക്തർ അവിടെ തിരിതെളിച്ചും കർപ്പൂരം കത്തിച്ചും മുന്നോട്ട് പോകുന്നു. അതിനടുത്തായി പരന്ന ഒരു വലിയ പാറ. അവിടെ വരെ മാത്രമാണ് ജീപ്പ് എത്തുന്നത്. ക്ഷേത്രത്തിലെ വിശേഷ നാളുകളിൽ ഈ പാറയിൽ നിറയെ കടകളുണ്ടാവും. ഭക്തർക്ക് അന്നദാനം വിളമ്പുന്നതെല്ലാം ഈ പാറയിൽ വെച്ചാണ്. ജലം കുതിരപ്പുറത്ത് വെച്ചാണ് കൊണ്ടുവരുന്നത്. പാറയിൽ പലയിടത്തും ആരോ മാർക്കുകൾ വരച്ചിട്ടുണ്ട്. അവിടെ നിന്നും അടുത്താണ് കോവിൽ. പാച്ചല്ലൂർ വഴിയിൽ വന്നാലും ഈ പാറയിൽ തന്നെ എത്തും. പാറ കടന്നാൽ 200 മീറ്റർ ഒരാൾക്ക് മാത്രം നടക്കാൻ പാകത്തിലുള്ള വഴിയാണ്. ഒരു വശം മലയും വേറെ വശത്ത് അഗാധമായ ഗർത്തങ്ങളുമാണ്. ഒരു വലിയ ഭീമാകാരൻ പാറയുടെ അരികിലൂടെ വേണം യാത്ര ചെയ്യാൻ. രംഗമലയുടെ ചില ഭാഗങ്ങളെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ചില നേരങ്ങളിൽ മഞ്ഞിൽ വഴി കാണാൻ പ്രയാസമുള്ളതിനാൽ അപകട സാധ്യത ഏറെയുള്ളതാണ് ഈ യാത്ര. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഒരു പ്രവേശന കവാടമുണ്ട്. ഈ മലയിൽ പല ഗുഹകളും പോകുമ്പോഴേ കാണാം. അതിലൊരു ഗുഹയിൽ ശ്രീമുരുകന്റെ ശില്പമുണ്ട്. അതിനടുത്തുള്ള ഒരു ചെറിയ ഗുഹയാണ് കദവുമലനാഥർ സന്നിധി. ഈ ഗുഹക്കോവിൽ കാണുന്നവർ ആശ്ചര്യത്തിന്റെ കൊടുമുടിയിലെത്തും എന്നതിന് സംശയമില്ല. ഈ സന്നിധിയിൽ ശിവഭഗവാൻ ശിവലിംഗ രൂപത്തിലല്ലാതെ കഴുത്തിൽ നാഗാഭരണത്തോടെ ശൂലത്തോടെ മാറിൽ രുദ്രാക്ഷമാല അണിഞ്ഞ് കദവുമലനാഥർ എന്ന നാമത്തിൽ ഗംഭീരമായി അമർന്നിരിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള മനോഹരമായ ശിലയാണ്. 1300 ആണ്ടുകൾക്ക് മേൽ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ എന്നിവിടെ കുടികൊണ്ടു എന്നത് ഇന്നും അജ്ഞാതമാണ്. മുമ്പുകാലത്ത് ആദിവാസി ജനത ഈ ഗുഹയെ പൂജിച്ചിരുന്നു എന്നും പിന്നീടൊരു ഭക്തന്റെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഉത്തരവ് കൊടുത്തതിനനുസരിച്ചാണ് ഇവിടെ ഭഗവാന്റെ ശില്പം വെച്ചതെന്നാണ് പറയുന്നത്. ഭഗവാൻ ശിവലിംഗ രൂപത്തിലല്ലാതെ ശയിക്കുന്ന രൂപത്തിൽ കുടികൊള്ളുന്ന പള്ളികൊണ്ടീശ്വര സ്വാമി ക്ഷേത്രത്തെ പറ്റിയും ശിവഭഗവാൻ തലകീഴായി ദർശനം തരുന്ന ശക്തീശ്വര ആലയത്തെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് ഇവിടെ കദവയ്യൻ എന്ന ഭക്തൻ ഭഗവാനെ പൂജിച്ചിരുന്നതായും ശിവഭഗവാൻ ഈ ഗുഹയിൽ നാഗത്തിന്റെ രൂപത്തിൽ ദർശനം കൊടുത്തതായും അങ്ങനെയാണ് കദവുമല എന്ന നാമം വന്നത് എന്നും പറയപ്പെടുന്നു. പർവ്വതമലയിലേതുപോലെ ഭക്തർക്ക് ഇവിടെ ഭഗവാന് സ്വന്തം കൈകളാൽ അഭിഷേകം ചെയ്യാം. ക്ഷേത്രത്തിന്റെ മുൻവശം മാത്രം ഭക്തരുടെ സുരക്ഷയ്ക്കായി ചെറിയ മതിൽ പോലെ നിർമ്മിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് കീഴെ 1 കിലോമീറ്റർ ദൂരത്തായി ചെങ്കുത്തായ ചരിവിലുള്ള സപ്തകന്യകമാർ കോവിലിനരികിലെ തീർത്ഥമാണ് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ ഗുഹക്കോവിലിന് വാതിലോ പൂജയ്ക്ക് പ്രത്യേക സമയങ്ങളോ ഇല്ല.
ക്ഷേത്രത്തിന് കീഴ്ഭാഗത്ത് ഭക്തർക്ക് മുടിയിറക്കാനുള്ള സൗകര്യവും അവിടെ തന്നെ കുളിക്കാൻ ചെറിയ തീർത്ഥങ്ങളുമുണ്ട്. ചിത്തിരമാസം 1-ാം തീയതിയും പൗർണമി അമാവാസി ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. ചിത്തിര 1-ാം തീയതി തമിഴ്നാടിന്റെ പല ഭാഗത്തു നിന്നുമായി പാദയാത്രയായി 5000 പേരെങ്കിലും സന്ദർശിക്കുന്ന പുണ്യക്ഷേത്രമാണിത്. അന്നേ ദിവസം പൂജാരി മാത്രം സന്നിധിക്കടുത്തുള്ള ഗുഹയിൽ പോയി നൈവേദ്യമായി പാൽ സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. ഇന്നും സിദ്ധന്മാർ അതിനുള്ളിൽ ധ്യാനിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. മുമ്പ് അത്രയ്ക്ക് അറിയപ്പെടാതിരുന്ന ഈ മലക്കോവിൽ ഇപ്പോൾ പ്രസിദ്ധി ആർജിച്ച് വരികയാണ്. പ്രത്യേകിച്ച് സമയനിഷ്ഠയൊന്നുമില്ലാത്ത ഈ ഗുഹക്കോവിലേക്ക് ഭക്തർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഭഗവാനെ ദർശിക്കാം. ഇവിടം സന്ദർശിച്ചു പോയവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗം സഫലമാവുന്നു എന്ന വിശ്വാസത്താൽ ദിനംതോറും ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ താണ്ടിക്കുടിയിൽ നിന്ന് 6 കിലോമീറ്റർ, കൊടൈക്കനാലിൽ നിന്ന് 56 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊടൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.